Hello friends. In the C programming number even odd check program to find whether a number odd or even. Now, we step number read a number. Read a number scan function use പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 ആണെങ്കിൽ ഇപ്പോൾ 0 ആൻഡ് 1 നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. 1ൽ കൂടുതലുള്ള നമ്പർ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു 5 ആണെങ്കിൽ 5നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് അതിനെ 2 into 4 വരും. പിന്നെ വരുന്നത് 1 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ വരും. ഈ റിമൈൻഡർ വെച്ചിട്ടാണ് നമ്മൾ ഓഡ് ആണോ ഈവൻ ആണോ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 1 വരുന്ന നമ്പേഴ്സിൻ്റെ റിമൈൻഡറൊക്കെ ഓഡ് നമ്പറും ഇപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 8ന് അയക്കണം എന്ന് പറഞ്ഞാൽ 4 വരും. 4 into 2 എന്ന് പറഞ്ഞാൽ 8. പിന്നെ വരുന്നത് 0 ആണ്. അപ്പോൾ 0 വരുന്ന നമ്പേഴ്സൊക്കെ ഈവൻ നമ്പറും ഈ 0 വരുന്ന റിമൈൻഡേഴ്സ് 0 റിമൈൻഡറായിട്ട് 0 വരുന്നതൊക്കെ ഈവൻ നമ്പറും 1 വരുന്നതൊക്കെ ഓഡ് നമ്പറും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ഓഡാണോ ഈവൻ ആണോ എന്ന് ഒരു നമ്പറിന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പറിൻ്റെ റിമൈൻഡർ കാണും. അപ്പോൾ ആ റിമൈൻഡർ 0 ആണെങ്കിൽ അത് ഈവൻ നമ്പറും 1 ആണെങ്കിൽ അത് ഓഡ് നമ്പറും. അപ്പോൾ ഈ റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിയിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് മോഡുലസ് എന്ന ഓപ്പറേറ്റർ. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ സിമ്പിൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5% 2 എന്ന് കൊടുത്താൽ ഇപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇതിന് 2 കൊണ്ട് മോഡുലസ് കണ്ടാൽ ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1. അപ്പോൾ റിമൈൻഡർ എപ്പോഴും എന്താവും ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. പിന്നെ വരുന്നത് ഇപ്പോൾ 8% 2 എന്ന് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0 ആണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ വാല്യൂ എക്സ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു, അതിലേക്ക് റീഡ് ചെയ്യാൻ കൊടുത്തു. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് മോഡുലസ് കാണാനുള്ള ഓപ്പറേറ്ററാണ് എന്ത് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എ മോഡ് 2 ആണെങ്കിൽ 2 = 0 ആണെങ്കിൽ അല്ലെങ്കിൽ 0 ആണെങ്കിൽ അത് എന്ത് ചെയ്യാം നമ്മൾ പ്രിൻ്റ് E1 കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എൽസിൽ പ്രിൻ്റ് ഓഡ് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. ഈവൻ ആണോ അപ്പോൾ ഇവിടെ നമ്മളൊരു ഇഫ് കണ്ടീഷൻ വരും. ഇഫ് എന്ന് പറഞ്ഞിട്ട് സിൻടാക്സ് നമുക്ക് പ്രോഗ്രാമിൽ കറക്റ്റായിട്ട് എഴുതാം. എ മോഡ് 2 = 0 ആണെങ്കിൽ നമ്മൾ ഈവൻ നമ്പറും അല്ലെങ്കിൽ ഓഡ് നമ്പറും പ്രിൻ്റ് ചെയ്യുക. ഇതെങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രാമിൽ എങ്ങനെ കോഡ് എഴുതാൻ നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിൾ ലോജിക്ക്. ഇതിൻ്റെ റിമൈൻഡർ കാണുക. ആ റിമൈൻഡർ = 0 ആണെങ്കിൽ ഈവൻ നമ്പറും റിമൈൻഡർ = 1 ആണെങ്കിൽ ഓഡ് നമ്പറും. ഇങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് വെദർ എ നമ്പർ ഓഡ് ഓർ ഈവൻ. ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പർ ഈവൻ ആണോ ഓഡാണോ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ gedit ഓപ്പൺ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഈ പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്യാം. ഓർ ഈവൻ കൊടുക്കാം. .c എന്ന് പറഞ്ഞ ഫയൽ കൊടുക്കും.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുന്നത്തെ പ്രോഗ്രാംസിലൊക്കെ നോക്കിയതാണ്. നമ്മൾ ഡിക്ലെയർ ചെയ്തു, പ്രിൻ്റ് എഫ് വെച്ചിട്ട് യൂസർക്ക് കൊടുത്തു, എൻ്റർ ചെയ്യുന്ന നമ്പർ കൊടുത്തു, പിന്നെ അത് സ്കാൻ ചെയ്തു, ഇൻറ്റിജർ ആയതുകൊണ്ട് %d എന്ന് കൊടുത്തു. ഇനി നമുക്ക് റിമൈൻഡർ ഒന്ന് ഫസ്റ്റ് നോക്കാം ആദ്യം. അപ്പോൾ നമ്മളൊരു റിമൈൻഡറിന് R എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. %2 റിമൈൻഡർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. %d / എന്ന് കൊടുക്കും. ഈ പ്രോഗ്രാം ഒന്ന് കമ്പയർ ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഇത് നമുക്ക് റിമൈൻഡർ ഈ മോഡുലസ് ഓപ്പറേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്തു. cd അപ്പോൾ ഒരു എറർ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിത് എന്താണെന്ന് നോക്കാം. stdio.h എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഒരു ഇത് കൊടുത്തിരുന്നു. അപ്പോൾ അത് ഇനി ഒരു എറർ ഉണ്ട്. printf അവിടെ F കൊടുത്തിട്ടില്ല. ഇപ്പോൾ എറേഴ്സ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്പർ ചോദിച്ചു. നമ്മൾ നേരത്തെ നോക്കിയ ഒരു 5 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കും. 5ൻ്റെ റിമൈൻഡർ ഉണ്ടോ, റിമൈൻഡർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു ഉണ്ടോ. ഇനി നമുക്ക് 8 ഒന്ന് കൊടുത്തു നോക്കാം. റിമൈൻഡർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ 8/2 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആണ്, റിസൾട്ട് 4 ആണ്. മറ്റേത് റിമൈൻഡർ 1 റിസൾട്ട് വന്നു. ഇനി നമുക്കൊരു വലിയ നമ്പർ വേണമെങ്കിൽ എത്ര നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഉണ്ടോ, റിമൈൻഡർ 1 റിമൈൻഡർ 0. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു റിമൈൻഡർ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാം ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്കിനി 6 വേണമെന്നില്ല. 6 വേണമെങ്കിൽ നോക്കാം, കൊടുക്കാം. R ഈക്വൽ ടു 0 എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളെ കണ്ടീഷൻ നേരിട്ട് തന്നെ ഇതിൽ കൊടുത്തു. ഈഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇഫ് എ പെർസെൻറ്റേജ് ഓഫ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ എൽസ് ആണെങ്കിൽ ഈവൺ നമ്പർ 0 ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ഈവൺ നമ്പർ ആണ്. എൽസ് ഇത് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിലേക്ക് വരും. അപ്പോൾ %d ഓഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് അയച്ചു നമ്മൾ.
അപ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല, ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഇഫ് ബ്ലോക്കിൻ്റെ അകത്ത് നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. എൽസ് നമ്മൾ എൽസ് ഇഫ് ഒക്കെ കഴിഞ്ഞ പ്രോഗ്രാമിൽ നോക്കിയിരുന്നു. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് കമ്പൈൽ ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. നമ്മൾ 5 എന്ന് കൊടുക്കാം. അല്ലോ 5 ഈസ് ഓഡ് എന്ന് പറഞ്ഞു, ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാം. കേട്ടോ 5 ഈസ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 8 കൊടുക്കാം. കേട്ടോ 8 ഈസ് ഈവൺ നമ്പർ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഒരു സി പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമ്പർ ഓഡാണോ ഈവൺ ആണോ നോക്കുന്നത്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് %d. %d എന്ന് പറഞ്ഞാൽ അതിന് യൂസ് ചെയ്യുന്നതല്ല, നമ്മൾ റിമൈൻഡർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് %d. ആ റിമൈൻഡർ വെച്ചിട്ടാണ് നമ്മൾ ഓഡാണോ ഈവൺ ആണോ നോക്കുന്നത്. ഓക്കെ താങ്ക് യു. ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ താങ്ക് യു.